ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡസ്കി ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പൊതുവേ ഡസ്കി അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ബ്രൗൺ ലിപ്സ്റ്റിക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ റെയറാണ്. എനിക്കും റെയറാണ്. അങ്ങനെ ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് കണ്ടുപിടിച്ചു. എൻ്റെ നല്ലൊരു ഡാർക്ക് സ്കിന്നാണ്. അപ്പോൾ എൻ്റെ ഡാർക്ക് സ്കിന്നിന് ചേരുന്ന ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ ഓൺലൈനിലൊക്കെ ഒത്തിരി ബ്രൗൺ ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കും. നമുക്ക് പണി കിട്ടുന്ന ആൾക്കാരാണ് പൊതുവേ. ബ്രൗൺ എന്ന് മാത്രമല്ല, മറ്റ് ഏത് ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് പണി കിട്ടാറുണ്ട് പൊതുവേ ഓൺലൈനിലൂടെയൊക്കെ വാങ്ങിക്കുമ്പോൾ. എന്നാലും ഞാൻ ഈ പ്രാവശ്യം ഓൺലൈനിലൂടെ വാങ്ങിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇതെനിക്ക് പണി തന്നില്ല. ഒരു അടിപൊളി ഷെയ്ഡാട്ടോ. അപ്പം നമ്മുടെ ഡസ്കി ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ സ്യൂട്ടാവുന്ന നല്ലൊരു ഷെയ്ഡാണ്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ എന്നെ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പേര് വരുന്നത് ഡോണ എന്നാണ്. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒത്തിരി ഒന്നും ഞാൻ പറഞ്ഞങ്ങ് ബോറടിപ്പിക്കുന്നില്ല. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാണ്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ലിപ്സ്റ്റിക്ക് സ്വാച്ച് ചെയ്ത് കാണിക്കണമല്ലോ. വീണ്ടും എനിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് മടിയാണ്. സോ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും തന്നെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഏത് ഷെയ്ഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. വേറൊന്നുമല്ല, ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇത് DLC 025 അല്ല. എല്ലാവർക്കും ഉള്ള സംശയമാണ് DLC 025 ആണോ ആ ഒരു ഷെയ്ഡ് എന്നുള്ളത്. പക്ഷേ അതല്ല. DLC 025 എന്ന് പറയുന്നത് ആക്ച്വലി ഡസ്കി ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് ചേരുന്ന ഒരു തരം ഷെയ്ഡല്ല. അത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ വാഷ് ഔട്ട് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് DLC 025 അല്ലാതെ മറ്റൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് DLC 034 ആണ്. അപ്പം ഇതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. DLC 034 ആണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതാണ് ലിപ്സ്റ്റിക്ക്. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്, നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്ന പോലെ. അതുപോലെ തന്നെ ഒരു ലിക്വിഡ് ഫോമിൽ വരുന്നൊരു ലിപ്സ്റ്റിക്കും കൂടി കേട്ടോ. ഇങ്ങനെയാണ് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയി. ഞാൻ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്നൊരു ലിപ്സ്റ്റിക്കും കൂടിയാണ്. അപ്പോൾ DLC 034 എന്നാണ്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തലതിരിഞ്ഞായിരിക്കും കാണുക. സോ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കാണാം. ഓക്കെ, ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കായിട്ട് ഇടത്തില്ല. ഞാൻ എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേറ്ററൊക്കെ നോക്കൂ. കാണിച്ചു തരാം കുറച്ചും കൂടി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വരുന്നത്. നല്ലൊരു ഡാർക്കായിട്ടുള്ളൊരു തരം ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാട്ടോ. ഇതിപ്പം നമ്മൾ ഡസ്കി ഡാർക്ക് സ്കിന്നുള്ളവർക്ക് മാത്രമല്ല, ഇച്ചിരി ഫെയർ ആയുള്ളവർക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് സ്യൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡാണ്. നമ്മൾ കുറച്ച് ലൈറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ നോക്കൂ, ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ആപ്ലിക്കേറ്റർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ അപ്പം തന്നെ എടുത്ത് ചുണ്ടിലേക്ക് തേക്കത്തില്ല. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എക്സസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ എക്സസ് ആയിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്ക് മതി നമുക്ക്. അധികം നമുക്ക് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ ഇടുന്ന രീതി ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ്. ഞാൻ ആദ്യം ഈ ഒരു ബോർഡർ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് ചുണ്ടും കൊണ്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്യാം. ക്യാമറയെ നോക്കിയിട്ട് തന്നെ കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ ചെറിയ തെറ്റുകളൊക്കെ കാണും. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കണ്ടോ, നല്ല അടിപൊളി ഷെയ്ഡാണ്. പിന്നെ എല്ലാവരും ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട് ഒരു കുറ്റം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കിസ് പ്രൂഫ് അല്ല,
ഇത് സ്മഡ്ജ് ആവുന്നുണ്ട്, ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ടാവും. പക്ഷേ ഇത് അങ്ങനെ സ്മഡ്ജ് ആവുമൊന്നുമില്ല. ഇത് നമ്മൾ ഇച്ചിരി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു സംഭവമല്ല. ഒരു 2 മിനിറ്റ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നേരം കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ട്രാൻസ്ഫർ ആവത്തുമില്ല. കിസ് പ്രൂഫും ആണ്, നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഷെയ്ഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അടിപൊളി ഷെയ്ഡായിട്ടോ. എല്ലാ ഡസ്കി ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് സ്യൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് ആണെങ്കിൽ ഓൺലൈൻ പർച്ചേസിങ്ങിലും കൂടെ മേടിക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചോളൂ. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡാണ്. നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ചുണ്ടിൽ ആ ഒരു ലിപ്സ്റ്റിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രാൻസ്ഫർ ആവുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ ട്രാൻസ്ഫർ ആവുന്നില്ല. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒട്ടും തന്നെ ട്രാൻസ്ഫർ ആവുന്നില്ല. നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്, ഇട്ട ഉടനെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എന്താണേലും ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും അങ്ങനെ ട്രാൻസ്ഫർ ആവും. പക്ഷെ നമ്മൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇത് ട്രാൻസ്ഫർ ആവത്തില്ല കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. എവറി ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കുറേ ലിപ്സ്റ്റിക്കുകൾ, നമ്മുടെ ഡസ്കി ഡാർക്ക് സ്കിൻ ടോണുകാർക്ക് ചേരുന്ന കുറേ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകളുടെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. ബൈ ബൈ.